3 പേപ്പേഴ്സ് മാത്രം എഴുതി US ടാക്സ് എക്സ്പേർട്ട് ആവണം നിങ്ങൾക്ക്. എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നത് എൻറോൾഡ് ഏജൻറ്റിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാനാണ്. സോ ഇന്ന് എൻറോൾഡ് ഏജൻറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് സിമ്പിളായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഹായ് ഗൈസ്, ഞാൻ സിദ്ധാർത്ഥ്. ഞാൻ ഒരു ACC ഫൈനലിസ്റ്റ് ആണ്. ഇപ്പോൾ എൻ്റെ ലാസ്റ്റ് പേപ്പർ AFM ചെയ്യുന്നു എലാൻസ് കാലിക്കറ്റിൽ. എൻറോൾഡ് ഏജൻറ്റ് എന്ന് പറയുന്നത് ഇന്റേണൽ റവന്യൂ സർവീസ് ഓതറൈസ് ചെയ്യുന്ന US ടാക്സ് പ്രൊഫഷണലാണ്. ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് പറയുന്നത്, നമുക്ക് എൻറോൾഡ് ഏജൻറ്റ് ചെയ്യാൻ ഒരു ഡിഗ്രി പോലും വേണ്ട. +2 അല്ലെങ്കിൽ 10th കഴിഞ്ഞിട്ട് വരെ നമുക്ക് എൻറോൾഡ് ഏജൻറ്റ് കോഴ്സ് എടുക്കാവുന്നതാണ്. എന്ന് വെച്ചിട്ട് +2 കഴിഞ്ഞിട്ട് എടുത്തോണമെന്നൊന്നുമില്ല കേട്ടോ. കാരണം മിക്കവാറും ആൾക്കാരും ഇതൊരു ഹയർ സ്റ്റഡീസ് പോലെ അല്ലെങ്കിൽ ACCA CMA ഈ ടൈപ്പ് കോഴ്സൊക്കെ എടുത്തിട്ട് അതിൽ നിന്ന് ഒന്നും കൂടി അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻറോൾഡ് ഏജൻറ്റ് പോലുള്ള കോഴ്സുകൾ എടുക്കാറ്. എൻറോൾഡ് ഏജൻറ്റിൻ്റെ എക്സാം സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ സ്പെഷ്യൽ എൻറോൾമെൻറ്റ് എക്സാമിനേഷൻ. അപ്പോൾ ഈ ഒരു എക്സാമിനേഷനിൽ മെയിനായിട്ട് 3 പേപ്പേഴ്സ് വരുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ഇൻഡിവിജ്വൽ, ബിസിനസ്, റെപ്രസെൻറ്റേഷൻ. ഈ 3 സംഭവം എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് സംസാരിക്കാം. അല്ലാതെ വല്ലാതെ സിലബസിലേക്ക് പോകുന്നില്ല. കാരണം ഞാനൊരു എൻറോൾഡ് ഏജൻറ്റും അല്ല, അത് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റും അല്ല. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ എൻറോൾഡ് ഏജൻറ്റ് കോഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഫാക്കൽറ്റിയായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോയിൽ പറയുന്നത്. സോ പേപ്പർ 1 ആയിട്ടുള്ള ഇൻഡിവിജ്വൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഫുൾ ടാക്സ് ഫയലിംഗ് പഠിപ്പിക്കും. പിന്നെ പാർട്ട് 2 വരുന്നത് കമ്പനീസ്, പാർട്ട്ണർഷിപ്പ്, എക്സ്പെൻസ്, ഡിപ്രിസിയേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ടാക്സ് ഫയലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനാണ്. ഇത് കുറച്ച് ടഫുള്ള പേപ്പറാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് സാലറി വൈസ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഏണിംഗ് സാധ്യതയുള്ളത് ബിസിനസ്സിലാണ്. 3ാമത്തെ പാർട്ടാണ് റെപ്രസെൻറ്റേഷൻ. നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ ഓരോ കമ്പനീസിനെ അല്ലെങ്കിൽ ഓരോ ക്ലയൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ആരുടെ മുന്നിൽ? ഈ ടാക്സ് ഏജൻസികളും ഗവൺമെൻറ് ഒഫീഷ്യൽസൊക്കെ ഉണ്ടാവില്ലേ. സിലബസ് സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. അതല്ലാതെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ തന്നെ എക്സ്ട്രാ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു കോഴ്സ് പഠിക്കാൻ എത്ര ചിലവ് വരുന്നു സംസാരിക്കാം. ടോട്ടൽ 3 പാർട്ടല്ലേ ഉള്ളത്. അപ്പോൾ അതിൽ ഓരോ പാർട്ടിനും $260 വെച്ചിട്ടാണ് വരിക. നമുക്ക് സിംഗിൾ പാർട്ടായിട്ട് എക്സാമിന് അറ്റൻഡ് ചെയ്യാനും പറ്റും. സോ അങ്ങനെ നോക്കുമ്പോൾ എക്സാം ഫീസ് 3 പേപ്പറും കൂടി 65,000 രൂപ ആ ഒരു റേഞ്ചൊക്കെ വരിക. പിന്നെ നിങ്ങൾ ഫെയിൽ ആവുകയാണെങ്കിൽ ആ എക്സാം ഫീ ഒന്നും കൂടി പേ ചെയ്യണം. പിന്നെ വരുന്നൊരു ചിലവാണ് PTIN, പ്രിപ്പയർ ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ. ACCAയിൽ മെമ്പർഷിപ്പ് ഒക്കെ പോലെ ഇതിന് നമുക്ക് ഇയർലി 2,500 രൂപയ്ക്കാണ് ചിലവ് വരിക. എല്ലാ കൊല്ലവും റിന്യൂ ചെയ്യണം. ഇതാണ് നമ്മുടെ ആക്ച്വലി ഈ ടാക്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ലൈസൻസ്. പിന്നെ നമുക്ക് രജിസ്ട്രേഷൻ ഫീസായിട്ട് 12,000 രൂപയൊക്കെയാണ് വരിക. ഇതിന് പുറമേ നിങ്ങൾ കോച്ചിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ കോച്ചിങ് ഫീസായിട്ട് ഒരു 40,000, 50,000 ആ റേഞ്ചൊക്കെയാണ് ആവറേജ് ആയിട്ടുള്ളത്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, നമ്മൾ ഈ കോഴ്സ് കൊടുക്കുന്നത് 20,000 രൂപയ്ക്കാണ്. സോ നമുക്ക് കോച്ചിങ് റിലേറ്റഡ് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞാൻ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ മെസ്സേജ് അയച്ചോളൂ. ഇനി നമുക്ക് എൻറോൾഡ് ഏജൻറ്റ് ഒരു ഡിഫിക്കൽറ്റി ലെവലൊന്ന് നോക്കാം. ACCA വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈസി ടു മോഡറേറ്റ് എന്നേ പറയാനുള്ളൂ. അങ്ങനെ ഭയങ്കര ടഫായിട്ടുള്ള കോഴ്സൊന്നുമല്ല എൻറോൾഡ് ഏജൻറ്റ്. നമുക്കൊരു 4 മാസം 6 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നെ എക്സാംസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം ഫ്ലെക്സിബിൾ ആണ്. നമ്മൾ പഠിച്ചിറങ്ങി ഉടനെ എക്സാം എഴുതിക്കൊള്ളണമെന്നൊന്നുമില്ല. നമ്മുടെ സൗകര്യത്തിൽ നമ്മൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ മേടിക്കുക, പഠിച്ച് കഴിഞ്ഞു എന്ന് ഉറപ്പ് വന്നതിന് ശേഷം പോയിട്ട് എക്സാമിന് അറ്റൻഡ് ചെയ്യുക. ഇനി നമുക്ക് എൻറോൾഡ് ഏജൻറ്റ് ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി സംസാരിക്കാം. മെയിനായിട്ട് നമുക്ക് US ടാക്സ് അനലിസ്റ്റ് ആവാൻ പറ്റും. അതേപോലെ തന്നെ ബിഗ് ഫോഴ്സിലൊക്കെ ഇഷ്ടംപോലെ ഓപ്പണിങ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഇനി അതൊന്നുമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്ലെക്സിബിൾ ടൈമിൽ വർക്ക് ചെയ്യണം അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീലാൻസിങ് നോക്കാം. ഈ ഒരു ക്വാളിഫിക്കേഷൻ കൊണ്ടുള്ള മെയിൻ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമുക്ക് US ക്ലയൻസിൻ്റെ ടാക്സ് ഫയൽ നാട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഡോളറിലായതുകൊണ്ട് നമുക്കത് ഇവിടെ എത്തുമ്പോൾ നല്ലൊരു ഫണ്ടാവും. ബിഗ് ഫോഴ്സിലൊക്കെ സ്റ്റാർട്ടിംഗ് സാലറി ആയിട്ട് കൊടുക്കുന്നത് 40,000, 45,000 ഒക്കെയാണ്. ഇത് ഞാൻ അവിടെ എൻറോൾഡ് ഏജൻറ്റ് കോഴ്സ് കഴിഞ്ഞിട്ട് വർക്കിന് കയറിയ ആൾക്കാരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യമാണ്. പിന്നെ സാലറിയും കാര്യങ്ങളൊക്കെ കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലപ്പോൾ 30,000 മേടിക്കുന്ന ആൾക്കാരും ഉണ്ടാവും, 60,000 മേടിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. സ്റ്റാർട്ടിംഗ് സാലറി ഓൺ ആൻ ആവറേജ് 40,000, 45,000 രൂപയാണ്. ഇനി നമുക്ക് ACCA കഴിഞ്ഞിട്ട് എൻറോൾഡ് ഏജൻറ്റ് എടുക്കുന്നതിലുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. ഇത് ഭയങ്കര പവർഫുൾ ആയ ഒരു കോംബോ ആണ്. കാരണം ACCA എന്ന് വെച്ചാൽ അക്കൗണ്ടിങ്, ഫിനാൻസ്, ഓഡിറ്റിംഗ് ആണ് മെയിൻ. ആൻഡ് എൻറോൾഡ് ഏജൻറ്റ് ഫോക്കസ് ചെയ്യുന്നത് US ടാക്സ് ഫയലിംഗ് ആണ്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പുതിയൊരു ഫീൽഡ് ഓപ്പൺ ചെയ്ത് കിട്ടുകയാണ്. പിന്നെ ഓൾറെഡി നമുക്ക് ACCAയും കാര്യങ്ങളൊക്കെ കുറച്ച് സാറ്റുറേറ്റഡ് ആണ് എന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിൽ നിന്ന് വേറിട്ട് നിൽക്കണമെങ്കിൽ ഈ ഒരു ക്വാളിഫിക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈസ് ഇറ്റ് വർത്ത് ഇറ്റ്? യെസ്. നിങ്ങൾക്ക് ടാക്സിനാണ് ഇൻട്രസ്റ്റ് ഉള്ളത്, അതേപോലെ തന്നെ ഒരു ഇൻ്റർനാഷണൽ കരിയർ വേണം, റിമോട്ട് ജോബ്സിനോടൊക്കെയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്വാളിഫിക്കേഷനാണ് എൻറോൾഡ് ഏജൻറ്റ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ SBR പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫാക്കൽറ്റി ഓൾമോസ്റ്റ് 10 year പ്ലസ് ACC ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. സർ ആ ടൈമിൽ എൻറോൾഡ് ഏജൻറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഞങ്ങൾ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ തന്നെ സർ ആ എക്സാം എഴുതി ക്വാളിഫൈ ആയി. സോ ആളുടെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു കോഴ്സിനെ പറ്റി കൂടുതൽ പഠിക്കാമെന്ന് വിചാരിച്ചത്. ഈ ഒരു കോഴ്സും കൂടി എടുത്തുകൊണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആയെന്നാണ് സർ പറഞ്ഞത്. സോ എന്തുകൊണ്ടും വലിയൊരു എഫേർട്ടോ അല്ലെങ്കിൽ ഒരുപാട് പൈസ ചിലവില്ലാതെ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്വാളിഫിക്കേഷനാണ് എൻറോൾഡ് ഏജൻറ്റ്. അതല്ല നിങ്ങൾക്ക് ഓഡിറ്റ്, ഫിനാൻസ്, അക്കൗണ്ടിങ് ഈ കാര്യങ്ങളിലൊക്കെയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും എൻറോൾഡ് ഏജൻറ്റ് എടുക്കരുത്. അതിന് ACCA തന്നെ സഫീഷ്യൻ്റ് ആണ്. അതല്ലെങ്കിൽ പിന്നെ CFA പോലുള്ള കോഴ്സുകൾ ചെയ്യാം.
ആൻഡ് CFA ഒക്കെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തോളൂ. ഞാൻ നെക്സ്റ്റ് വീഡിയോസായിട്ട് അത് ചെയ്യാം. സോ അത്രയൊക്കെയാണ് ഈ ഒരു കോഴ്സിനെ പറ്റി നമുക്ക് സംസാരിക്കാനുള്ളത്. ഞാൻ ഈ വീഡിയോയിൽ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഞാൻ ഫാക്കൽറ്റീനോടോ അല്ലെങ്കിൽ എൻറോൾഡ് ഏജൻറ്റ് പാസ് ഔട്ട് ആയിട്ടുള്ള ആൾക്കാരോട് സംസാരിച്ചിട്ട് ഞാൻ റിപ്ലൈ എന്തായാലും തരാം. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നമ്മൾ ACC കഴിഞ്ഞിട്ട് എൻറോൾഡ് ഏജൻറ്റ് എടുക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങൾ എൻറോൾഡ് ഏജൻറ്റ് പാസ് ഔട്ട് ആയ ആൾക്കാരോ അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അത് ഇനി ഈ ഒരു കോഴ്സ് എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവും. പിന്നെ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. കാരണം ഈ ഒരു കോഴ്സിനെ പറ്റി വല്ലാതെ ഡീറ്റെയിൽസ് അറിയാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കാരണം ഇതൊന്നും അങ്ങനെ വല്ലാതെ പോപ്പുലറായിട്ട് വന്നിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് പെർസ്യൂ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടൈമാണിത്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.